പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ കുറച്ച് ദിവസമായി ഞങ്ങൾ ഒരുമിച്ച് വീഡിയോയിൽ വന്നിട്ടല്ലേ? അതെ ആണ്. നമ്മൾ വീഡിയോയിൽ വന്നിട്ട് ദീപാവലി വീഡിയോ ആയിട്ടാണ് വന്നത്. എന്നാലും അപ്പൊ ഞങ്ങളിപ്പോ പെൻഡിങ് ആണ്, ചില ഷോർട്സ് ഒക്കെ ചെയ്ത്, പിന്നെ അല്ലാത്ത കുറച്ച് വീഡിയോ ഒക്കെ ചെയ്ത് ഷോർട്ട് ഫിലിം പോലെ ചെയ്യാണ് കൂടുതൽ ചെയ്യുന്നത്. അത് ജസ്റ്റ് വ്യൂസ് കിട്ടുന്നതിന് വേണ്ടി, എന്റർടൈൻമെന്റ്. അപ്പൊ ഇന്ന് ഞങ്ങൾ അങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് എത്രയായാലും 50K കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് 50K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ബിഗ് താങ്ക്സ്. ഓക്കെ, വീണ്ടും ഒരിക്കൽ കൂടെ താങ്ക്സ് പറയുകയാണ്. അപ്പൊ പെട്ടെന്ന് ഇനി അടുത്ത 100K ആവാനാണ് ഞങ്ങളുടെ ശ്രമം, അല്ലേ? സൗകര്യമില്ല. ഞങ്ങൾ തികച്ചും യാദൃച്ഛികമായിട്ടാണ്, വെറുതെയാണ് ഒന്ന് യൂട്യൂബ് തുടങ്ങിയത്. ഇവരുടെ വെക്കേഷൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതേ ഉള്ളൂ. പക്ഷേ ആദ്യമൊക്കെ ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ ഒത്തിരി പാടുപെട്ടു. 1000 സബ്സ്ക്രൈബറൊക്കെ വേണമല്ലോ. അപ്പൊ അതൊക്കെ കിട്ടാൻ ഞങ്ങൾ കുറെ ട്രൈ ചെയ്തു. അറിയാവുന്ന എല്ലാവരോടും പറഞ്ഞ് പിന്നെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് 1000 ഒക്കെ ഒപ്പിച്ചായിരുന്നു. പക്ഷെ പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായത് ആരോടും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ വീഡിയോ ഷോർട്സോ ഒക്കെ കേറുന്നതിനനുസരിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുത്തനെ കയറിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് പിന്നെയാണ് ആ കാര്യം മനസ്സിലായത്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, വീഡിയോസും ഷോർട്സും കേറാൻ തക്ക രീതിയിലുള്ള നല്ല വൈറൽ ആവാൻ പറ്റിയ വീഡിയോസും ഷോർട്സുകളും ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളിപ്പോ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര മാസമായി? 9 10 മാസം. 10 ആവാമാണ്. ഫെബ്രുവരി പകുതിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങള് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പൊ 10 മാസം ആവാൻ പോവുകയാണ്. അപ്പൊ 10 മാസം ആവാൻ പോയപ്പോ നമ്മൾ 50K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. പിന്നെ നമുക്കിപ്പോ 3-4 മാസം കൊണ്ട് നമുക്ക് റവന്യൂസ് കിട്ടുന്നുണ്ട്. നമ്മുടെ ചുമ്മാ റവന്യൂ കിട്ടത്തില്ല കേട്ടോ, അതിനു വേണ്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എളുപ്പമാണ്. പലരുടെ ഞങ്ങൾ ഇത്രയും നാള് വിചാരിച്ചിരുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ചുമ്മാ എന്തെങ്കിലും വീഡിയോ വലിച്ചു വാരിയിട്ട് കേറിയില്ലെങ്കിലും മാസം ക്യാഷ് കിട്ടും എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ വീഡിയോസ് ഒക്കെ നന്നായിട്ട് കയറിയാലേ ഷോർട്സിനൊക്കെ കുഞ്ഞു റവന്യൂ കിട്ടത്തുള്ളൂ, അല്പം. പിന്നെ അതെ, പക്ഷെ അതൊരു സന്തോഷമാണ്. നമ്മുടെ ആദ്യമൊക്കെ നമ്മള് ഒരു ഷോർട്സ് ഇട്ട 1K ആകുമ്പോഴുള്ള സന്തോഷം. ആദ്യമൊക്കെ ഷോർട്സ് ഒക്കെ അങ്ങനെ കയറില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാൽ ഞങ്ങള് ഷോർട്സ് ഇട്ടാലൊക്കെ പെട്ടെന്ന് 2 ദിവസം കൊണ്ട് 5K 4K ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ആകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ വളർന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരിക്കൽ കൂടെ എല്ലാവർക്കും താങ്ക്സ് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇതിന്റെ ബിഗ് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ആദ്യമാണ് ഇതിന്റെ വീഡിയോ പിടിക്കുന്നതും ആദ്യമാണ്. പിന്നെ എഡിറ്റർ, ഈ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യുന്നത് എന്റെ ആദിക്കുട്ടനാണ്. സിദ്ധുക്കുട്ടനെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും സിദ്ധു പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടുത്ത് 10ാം ക്ലാസ്സിലാകുമ്പോ സിദ്ധു എഡിറ്റ് ചെയ്യാന്നാണ്. ഇപ്പൊ ആദ്യം 9ലാണ്. അപ്പൊ അടുത്ത വർഷം 10ലാകുമ്പോ സിദ്ധു എഡിറ്റ് ചെയ്യാന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നോക്കാം നമുക്ക്. അതുകൊണ്ട് സിദ്ധുവും പഠിപ്പിന്റെ ഓൺ ദ വേയിലാണ്. അപ്പോൾ എഡിറ്റിങ്ങിന്റെ അപ്പൊ എന്തായാലും വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യുന്നത് ആദ്യയുടെ കാരണമാണ്. ഇത്രയും നന്നായിട്ട് വീഡിയോസൊക്കെ എന്തായാലും. അപ്പൊ എന്താ, നിങ്ങൾക്കൊന്നും പറയില്ലേ? നമ്മുടെ ചാനലിന്റെ നമ്മൾ ആദ്യം സാധാരണ എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാതെ അല്ലേ ഞങ്ങള് ചാനൽ തുടങ്ങി. അപ്പൊ നമ്മൾ സാധാരണ സാംസങ് മൊബൈലിലാണ്, അതിലാണ് ഞങ്ങൾ വീഡിയോ പിടിച്ചത്. പക്ഷെ നല്ല ക്ലിയർ ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു വീഡിയോ ഫസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം പോലെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കേണ്ടത് 1.1 വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അത് ഈ മൊബൈലിൽ വെച്ച് പിടിച്ചതാണ്. ഇപ്പൊ ഞങ്ങൾ 1 മാസമായി ഐഫോൺ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഐഫോൺ 15 അല്ലേ മോനെ വാങ്ങി. അപ്പൊ എന്തായാലും അതിന്റെ ക്ലാരിറ്റി ഒരു പ്രത്യേകത തന്നെയാണ്. ഞങ്ങളുടെ വീഡിയോസിൽ അതിന്റെ പ്രത്യേകത അറിയാം.
അപ്പോൾ ഞങ്ങൾ അതിപ്പോൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കിപ്പോൾ 3-4 മാസം കൊണ്ട് എല്ലാ മാസവും യൂട്യൂബ് റവന്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോസും ഷോർട്സും ഒക്കെ നന്നായിട്ട് വീഡിയോസ് നന്നായിട്ട് കയറിയാലേ നമ്മുടെ റവന്യൂ ഒക്കെ കൂടുതൽ വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഭാഗ്യവശാൽ ഞങ്ങളുടെ വീഡിയോസ് ഷോർട്ട് ഫിലിം പോലെയൊക്കെ ചെയ്യുന്നതൊക്കെ നന്നായിട്ട് കയറി പോകുന്നുണ്ട്. പിന്നെ എന്തായാലും അപ്പോൾ അതിലൊക്കെ വലിയ താങ്ക്സ്. ഞങ്ങൾക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ ചാനൽ 50K സബ്സ്ക്രൈബേഴ്സ് ആയെന്ന്. അപ്പം എന്തായാലും എല്ലാവർക്കും ഇത് വീണ്ടും എല്ലാവരുടെയും സഹകരണം വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ അടുത്ത് നമുക്ക് എപ്പോൾ കാണാം 100Kയിൽ നമുക്ക് കേക്ക് മുറിക്കാം അല്ലേ? അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 50Kയിൽ എന്തായാലും വലിയ ആഘോഷം 50K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആദ്യം സിദ്ധു എപ്പോഴും പറയുമായിരുന്നു നമുക്ക് 10Kയിൽ കേക്ക് മുറിക്കണം. അടുത്ത് 10K പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു പോയപ്പോ അടുത്ത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 20Kയിൽ കേക്ക് മുറിക്കാം. 20K അതും പെട്ടെന്ന് ചില വീഡിയോസ് നന്നായിട്ട് കയറി പെട്ടെന്ന് അങ്ങ് സബ്സ്ക്രൈബേഴ്സ് കുതിച്ചു കയറി പോകും. അപ്പൊ വിചാരിക്കും അടുത്ത് 25K ആവുമ്പോ കേക്ക് മുറിക്കാൻ സെലിബ്രേറ്റ് ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് ഇപ്പൊ 50K കുത്തനെ അങ്ങ് കയറിപ്പോയി പെട്ടെന്നായിരുന്നു. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഒരു ഷോർട്സ് ഒക്കെ നന്നായിട്ട് വൈറലായി. അപ്പോൾ അതിൽ നിന്ന് തന്നെ 8K സബ്സ്ക്രൈബേഴ്സ് എന്തോ ഒരു ഷോർട്സിൽ നിന്ന് നമുക്ക് കിട്ടിയായിരുന്നു. പിന്നെ വീഡിയോസൊക്കെ 8 ലക്ഷം, ചില 1-2 വീഡിയോ 8 ലക്ഷം 5 ലക്ഷം ഇങ്ങനെ. ഇപ്പോൾ അതിൽ നിന്നൊക്കെ നല്ല സബ്സ്ക്രൈബേഴ്സ് ആയി 5K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ. അപ്പോൾ പെട്ടെന്ന് നമ്മളിപ്പോൾ 50Kയിലായി. അപ്പോൾ ഇപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ഉറപ്പായിട്ട് ആദ്യം സിദ്ധുവും പറഞ്ഞിരിക്കേ 100Kയിൽ കേക്ക് മുറിച്ചേ പറ്റും. അപ്പൊ എന്തായാലും ഞങ്ങളിപ്പോ ഇനി അങ്ങോട്ട് 100K സബ്സ്ക്രൈബേഴ്സ് ആകാനുള്ള ജേണിയാണ് നമുക്ക് ഇനി ഒരു ചലഞ്ച് പോലെ ഏറ്റെടുത്താലോ? ഒരു 2 മാസം കൊണ്ട് 100K സബ്സ്ക്രൈബേഴ്സ് ഇല്ല. അത് ഞാൻ വെറുതെ പറഞ്ഞതാ. അതൊക്കെ ഓരോ ഷോർട്സും വീഡിയോ ഇടുന്നത് പോലെ ഇരിക്കും, ഭാഗ്യം പോലെ ഇരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോസ് ഒക്കെ വീണ്ടും എല്ലാവരും കാണണം. പിന്നെ ഇവര് രണ്ടുപേരും സ്കൂളിലൊക്കെ പോകുന്നത് കൊണ്ട് പഠിത്തത്തെ ബാധിക്കാതിരിക്കാനാണ്. അതുകൊണ്ടാണ് വീഡിയോസ് ഒക്കെ കുറയുന്നത്. ഇലക്ഷൻ സമയമൊക്കെ ആകുമ്പോഴേ ഒത്തിരി വീഡിയോ പിടിക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഇവരപ്പോൾ രണ്ടുപേരും ഫ്രീ ആണ്. പിന്നെ 2 മാസത്തെ വെക്കേഷൻ വരുമ്പോൾ ഒത്തിരി വീഡിയോസ് ഇടാൻ പറ്റും അല്ലേ? ഇനി ക്രിസ്മസ് അവധി ഇതൊക്കെ വരുമ്പോൾ അല്ലാതെ ആദ്യമാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പഠിത്തത്തെയൊക്കെ ബാധിക്കാതിരിക്കാൻ സമയമൊക്കെ കുറച്ച് എടുക്കണ്ടേ. അതുകൊണ്ട് ആണ് ഞങ്ങൾ വീഡിയോ ഒക്കെ കുറച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടുന്നേ. എപ്പോഴും പിടിക്കാനൊന്നും സമയം കിട്ടത്തില്ല, എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഈ എഡിറ്റിംഗ് ഒക്കെ ഞങ്ങൾ ഇതുവരെ വിചാരിച്ചു ഞങ്ങൾ മറ്റുള്ളവരുടെ ചാനലൊക്കെ കാണുമ്പോഴേക്കും വെറുതെ ഇങ്ങനെ വീഡിയോ പിടിക്കണം, അങ്ങനെ ഇടണം. ഇത്രയും നാൾ അങ്ങനെ കരുതിയിരുന്നു. യഥാർത്ഥം ഇപ്പോഴും എല്ലാവരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കുന്നു എന്നൊക്കെ. ഒരു വീഡിയോ പിടിക്കണം, അങ്ങ് അപ്ലോഡ് ചെയ്യണം, അങ്ങനെയാണ്. പക്ഷെ അല്ല, ഒത്തിരി പാടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യണം. എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര സമയം എഡിറ്റിംഗ് ഒക്കെ ഒത്തിരി സമയം ഇരുന്നാണ് ഓരോ വീഡിയോയും ഓരോ ഷോർട്സും എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെ തന്നെയാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. നമുക്കൊരു ചാനൽ തുടങ്ങിയപ്പോൾ മനസ്സിലായി. പിന്നെ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കണ്ടന്റും ഉണ്ട്. ചില ആൾക്കാരുടെ ചാനൽ വേറെ എല്ലാം കുക്കിംഗ് ആയിരിക്കും, കുക്കിംഗ് ചാനല്, ടെക്ക്, പിന്നെ ട്രാവലിംഗ് ബ്ലോഗ്, അങ്ങനെ പിന്നെ ഫാമിലി ബ്ലോഗ്, അങ്ങനെയൊക്കെ ഇതായിരിക്കും ഓരോരുത്തർ. പക്ഷെ ഞങ്ങളുടേത് അങ്ങനെയല്ല. ഞങ്ങളെല്ലാം ചലഞ്ചിങ് വീഡിയോ, കുക്കിംഗ് വീഡിയോ അല്ലേ, പിന്നെ ബ്ലോഗ്സ്, ട്രാവലിംഗ്, ഷോർട്ട് ഫിലിം, എല്ലാം ടിപ്സുകൾ, പല ടിപ്സ് എല്ലാമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ ഇന്ന ഒരു കണ്ടന്റ് മാത്രമേ സ്ഥിരമായിട്ട് ചെയ്യുമെന്നൊന്നും അങ്ങനെയില്ല. അങ്ങനെ ചെയ്യാൻ നോക്കി നമുക്ക് കണ്ടന്റ് ഒന്നും കിട്ടത്തില്ല അല്ലേ? പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം, അദ്വൈതം ഡയറീസ് എന്ന പേരിൽ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ആദ്യമേ ചാനൽ തുടങ്ങിയപ്പോഴേ ഉണ്ടായിരുന്നു. പക്ഷെ ഇച്ചിരി ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഞങ്ങളിപ്പോ 1 മാസം മുമ്പ് നോക്കിയപ്പോ ഞങ്ങളുടെ അദ്വൈതം ഡയറീസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജില് വേറെ ഫോട്ടോകള്, അതായത് അത് ആരോ ഹാക്ക് ചെയ്തിട്ട് ഫോറിനേഴ്സിന്റെ ഒക്കെ വൾഗറായിട്ടുള്ള കുറച്ച് ഫോട്ടോകളൊക്കെ ഇട്ടുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അത് നമ്മൾ ഇട്ടതുപോലെ പലർക്കും കണ്ടാ തോന്നുന്നു. അത് ആദ്യം ഞങ്ങൾ ആ ഫോട്ടോ ഒക്കെ ഇതിൽ വന്നപ്പോ അതെല്ലാം ഒന്നേന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ആ ഫോട്ടോസ്.
പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇങ്ങനെ 10-15 ഫോട്ടോ കിടക്കും. ഡിലീറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും അതിൽ ഫോട്ടോസ് ഒക്കെ വന്നു. അപ്പൊ ഹസ്ബൻഡ് സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പോ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, പിന്നെ ഡിലീറ്റ് ചെയ്തിട്ട് 2-3 മാസം ഫോളോയിങ് കൂടാ. അതെ തന്നെ. അപ്പൊ എന്താ വെച്ചാൽ അപ്പൊ ഇതാരും ഹാക്ക് ചെയ്താണെന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങള് ഇൻസ്റ്റാഗ്രാം പേജ് ഞങ്ങളത് ഡിലീറ്റ് ചെയ്തായിരുന്നു അല്ലേ. ഇപ്പൊ ഞങ്ങളിപ്പോ ഒരാഴ്ച ഒന്നേന്ന് ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അപ്പൊ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം, കൊടുത്തേക്കാം. അപ്പൊ എന്തായാലും പിന്നെ ഞങ്ങളുടെ ഹസ്ബൻഡ്, എൻ്റെ ഹസ്ബൻഡിയുടെ അച്ഛൻ പ്രവീൺ, ഞാൻ പ്രവീൺ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ചാനലിലൊന്നും അങ്ങനെ വരാറില്ല, ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ്. പിന്നെ എന്തായാലും വീട്ടിൽ അച്ഛൻ്റെ സപ്പോർട്ടിൽ നമുക്കൊന്നും വീഡിയോ ചെയ്യാനോ യൂട്യൂബ് തുടങ്ങാനോ ഒന്നും പറ്റില്ല. ഹസ്ബൻഡിനെന്ന് വെച്ചാൽ ട്രാവൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ് ഇഷ്ടം. പിന്നെ ഇവര് ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാനും പറ്റുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ എന്തായാലും അപ്പോൾ 50K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുമ്പോൾ പ്രവിയെ കൂടെ ഒന്ന് ഇതിനിടയ്ക്ക് പറയേണ്ടതുണ്ട്. കാരണം ഹസ്ബൻഡിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ, വീട്ടില് നമ്മുടെ ഗൃഹനാഥന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പിന്നെ പുള്ളിക്ക് തിരക്കാണ്, അതുകൊണ്ട് വീഡിയോസിലൊന്നും അങ്ങനെ വരുന്നത് അത്ര കാണാറില്ലാത്തത്. അതുകൊണ്ടാണ് ഞങ്ങളല്ലേ എപ്പോഴും വീട്ടിൽ കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പുള്ളി രാത്രി എത്തത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വീഡിയോസിലൊന്നും ഹസ്ബൻഡിനെ കാണാത്തത്. അപ്പൊ ചിലരൊക്കെ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഹസ്ബൻഡിനെ ഒന്നും വീഡിയോയിൽ കാണാനില്ലല്ലോ എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ പറഞ്ഞേ. അപ്പൊ എന്തായാലും ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പൊ ഇനി വിശേഷങ്ങളൊന്നും പറയാനില്ല. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഞങ്ങൾ കമന്റായി നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ബൈ. അടുത്ത വീഡിയോ കാണുന്നത്. ൊണ്ട് കാറ്റിലെ നൊമ്പരം മാറ്റിടുവാൻ ആകാശ നക്ഷത്രങ്ങൾ ദിക്കെല്ലാം തെറ്റാതെ കാട്ടിത്തരും. മൂടും നിരുത്തകറ്റാൻ തീയെന്നും